ഒരു സിനിമ നന്നായി വരണമെങ്കിൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരുപോലെ തന്നെ മികച്ചതായി നിൽക്കണം. ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ ഒരു സംവിധായകന് ആശ്രയിക്കേണ്ടി വരുന്ന പല കാര്യങ്ങളിലൊന്നാണ് ആർട്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ കലാ സംവിധാനം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ ആർട്ടിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്തെന്നാൽ, ഒരു സിനിമയുടെ ജനനം മുതൽ അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും തൻ്റെ മനസ്സിൽ മെനഞ്ഞെടുക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ ഒരു കലാസംവിധായകൻ തൻ്റേതായ ഭാവനയിൽ ആ ലോകത്തെ യാഥാർത്ഥ്യമാക്കുമ്പോൾ കേവലം ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സിനിമയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങും. സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് ഷൂട്ട് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും സെറ്റിടുക എന്നൊരു പ്രയോഗം നാം കേട്ടിട്ടുണ്ടാവും. സെറ്റിടുക എന്ന പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ, മുൻപ് പറഞ്ഞതുപോലെ തിരക്കഥയിൽ എഴുതി വച്ചിരിക്കുന്ന സ്ഥലം, സന്ദർഭം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എൻവയോൺമെൻറ്റ് അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ആധുനിക സംവിധാനങ്ങളോടുകൂടിയ VFX കൂടി ചേരുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ദൃശ്യാനുഭവം പ്രേക്ഷകന് ലഭിക്കുന്നു. അങ്ങനെ സാങ്കേതിക മികവ് കൊണ്ടും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്വാനം കൊണ്ടും നമ്മെ വിസ്മയിപ്പിച്ച ഒരുപാട് സിനിമകൾ ഈ അടുത്തിടെ മലയാളത്തിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, 2018 എവരിവൺ ഈസ് എ ഹീറോ, കമ്മാര സംഭവം തുടങ്ങിയ സിനിമകൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഇവയെല്ലാം തന്നെ ആർട്ട് വർക്കിനോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൂടി അതിന് ആവശ്യമായ രീതിയിൽ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകൾ അധികം അപ്ഡേറ്റഡ് അല്ലാതിരുന്ന കാലത്ത് സിനിമയിൽ ആർട്ട് വർക്ക് കൊണ്ട് മായാജാലം തീർത്ത കുറേ ആളുകളുണ്ട്. അവരെപ്പറ്റി തന്നെ ആവട്ടെ ഇന്നത്തെ സംസാരം. 1984 ശ്രീ KG ജോർജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ സറ്റയർ സിനിമയായിരുന്നു പഞ്ചവടിപ്പാലം. നെടുമുടി വേണു, ശ്രീവിദ്യ, ഭരത് ഗോപി, ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സിനിമ എക്കാലത്തും പ്രേക്ഷക മനസ്സുകളുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ ഒരു മികച്ച സിനിമ തന്നെയാണ്. ഒരു ഗ്രാമത്തിൻ്റെയും അവിടെയുള്ളൊരു പാലത്തിൻ്റെയും നിർമ്മാണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ ആർട്ട് മികച്ചു നിന്നത് ആ പാലത്തിൻ്റെ നിർമ്മിതിയിലാണ്. ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായി തന്നെ ആ പാലത്തെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അതിന് യാതൊരു വീഴ്ചയും വരുത്തിക്കൂടാ എന്നത് സിനിമ പിന്നണി പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈ സിനിമയുടെ കലാസംവിധായകനായ ശ്രീ GO സുന്ദരം വളരെ മികച്ച രീതിയിൽ ആ പാലത്തെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവസ്ഥകളെയും ഫലിപ്പിച്ചെടുത്തു. 80കളിലെ സാങ്കേതിക വിദ്യകൾ അത്ര കണ്ട് അഡ്വാൻസ്ഡ് അല്ലായിരുന്നെങ്കിൽ കൂടി അന്നത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അതിനെ മികച്ചതാക്കി മാറ്റിയ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സല്യൂട്ട് കൊടുക്കാതെ വയ്യ. ഇതിൽ നിന്ന് കുറച്ചുകൂടി പുറകിലോട്ട് പോയാൽ 1978 G അരവിന്ദൻ സംവിധാനം നിർവഹിച്ച തമ്പ് എന്ന ചിത്രത്തിലും കലാസംവിധാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു സർക്കസ് ക്യാമ്പാണ് സിനിമയുടെ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ സർക്കസ് കാണുമ്പോൾ എന്തൊക്കെയാണോ ഒരാളുടെ കണ്ണിൽ കാണുക അതെല്ലാം തന്നെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചു. ഒരു കലാസംവിധായകൻ്റെ അഭാവത്തിൽ സിനിമയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഒരു സർക്കസ് കൂടാരം നിർമ്മിക്കുകയും സർക്കസ് കലാകാരന്മാരെ നിയമിക്കുകയും ടിക്കറ്റ് കൊടുത്ത് കാണികളെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചത്. കാലങ്ങൾക്കിപ്പുറം ശ്രീ രാജീവ് അഞ്ചലിൻ്റെ സംവിധാന മികവിൽ 1997 പുറത്തിറങ്ങിയ ഗുരുവാണ് ഈ പട്ടികയിലെ അടുത്ത സിനിമ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ഉള്ളടക്കം കൊണ്ടുണ്ടായ സിനിമകൾ ചുരുക്കമായിരുന്നു. എന്നാൽ അന്നും ഈ സിനിമ മികച്ചു നിന്നത് ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്. മനുഷ്യസങ്കല്പങ്ങൾക്കപ്പുറം നിൽക്കുന്ന കാഴ്ചയില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ മാത്രം ലോകം. അങ്ങനെയുള്ളൊരു ലോകം സൃഷ്ടിക്കുന്നത് നിസ്സാര കാര്യമല്ല. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വസ്ത്രരീതികൾ, സംഗീതോപകരണങ്ങൾ, ആയുധങ്ങൾ തുടങ്ങി ആ ലോകത്ത് മാത്രം കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന അനേകം കാഴ്ചകൾ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ രാജീവ് അഞ്ചൽ എന്ന സംവിധായകന് കഴിഞ്ഞു. ശില്പനിർമ്മിതിയിൽ തനിക്കുള്ള മിടുക്ക് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. ദൃശ്യഭംഗി കൊണ്ടും കഥ കൊണ്ടും വേറിട്ട് നിന്ന ഈ സിനിമയാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി ഓസ്കാറിന് പരിഗണിക്കപ്പെട്ട സിനിമ. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വേൾഡ്സ് ലാർജസ്റ്റ് ബേർഡ് സ്കൾപ്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജടായുപ്പാറയും ശ്രീ രാജീവ് അഞ്ചലിൻ്റെ സൃഷ്ടിയാണ്. ഇതുപോലെ എടുത്തു പറയാൻ പാകത്തിന് മലയാളത്തിൽ നിന്ന് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മികവ് തെളിയിച്ച സിനിമകൾ വേറെയുമുണ്ട്. ഞാൻ ഗന്ധർവൻ, സുന്ദരകില്ലാടി, വൈശാലി പോലുള്ള സിനിമകളാണ് ഇതിൻ്റെ മറ്റുദാഹരണങ്ങൾ. അതുപോലെ ആർട്ട് ഡയറക്ഷനോടൊപ്പം ടെക്നോളജി കൂടി കൈകോർത്തപ്പോഴും അത്യുഗ്രൻ സിനിമകൾ കേരളത്തിൽ നിന്നും പിറവിയെടുത്തു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ഗോത്ര വിഭാഗത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കഥ പറഞ്ഞ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ സിനിമയാണ് ഇതിൻ്റെ ഉദാഹരണം. സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും കൈവരിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ജ്യോതിഷ് ശങ്കർ എന്ന അതുല്യനായ ആർട്ട് ഡയറക്ടറുടെ പ്രൊഡക്ഷൻ ഡിസൈൻ ഈ സിനിമയെ ഇപ്പോഴും വേറിട്ട് നിർത്തുന്നു. ഇതിലുൾപ്പെടാത്ത ഒട്ടനേകം സിനിമകൾ ഇനിയുമുണ്ട്.
അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈൻ കൊണ്ട് മികച്ചു നിന്ന മറ്റ് സിനിമകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?